അയ്യാ വണക്കം. മതി മതി നിർത്ത്. ഇനി കരയണ്ട. കരഞ്ഞ് കരഞ്ഞ് കരമനയാറ് നിറഞ്ഞു. അത്രയ്ക്കും കരഞ്ഞില്ലേ? ഇനി കരയാൻ ആ കണ്ണിൽ കണ്ണുനീരില്ല. അതുകൊണ്ടൊന്ന് നിർത്ത്. ഇങ്ങോട്ട് നോക്കിയേ, രാഹുൽ ഗാന്ധി പോലും കരയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ചുമ്മാ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയപ്പം ഒരു ലോഡ് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി. രാഹുൽ ഗാന്ധിയുടെ പടം എടുത്തിട്ടിട്ട് ഈ മനുഷ്യൻ പ്രതീക്ഷയാണ്, ഈ മനുഷ്യനോട് ഇപ്പോഴല്ലാതെ പിന്നോട് എപ്പോഴാണ് നമ്മൾ യോജിച്ച് നിൽക്കുക, ഇദ്ദേഹത്തോട് ലയിച്ച് നിൽക്കൂ, ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തരുത്, ഇന്ത്യ എന്ന് പറയുന്ന നാണംകെട്ട രാജ്യത്തിന് ഇതുപോലൊരു നല്ലവനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയെ അർഹിക്കുന്നില്ല, അഴുക്ക പങ്കം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണാനായിട്ടിടയത്. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഇങ്ങേരുടെ ഈ അണികളുണ്ടല്ലോ, അതായത് ഇങ്ങേര് ലോകകിഴങ്ങൻ, ആ ലോകകിഴങ്ങൻ്റെ ഭൂലോക കിഴങ്ങന്മാരായിട്ടുള്ള അണികളുണ്ട്. അവന്മാർ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട്, എൻ്റെ രാഗ എന്ന് വിചാരിച്ച്. അതിൽ ഒരംശം തിരിച്ചു കൊടുക്കാൻ രാഗയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. രാഗ എന്തൊക്കെ ചെയ്തു? ബീഹാറിൽ പോയി കുളത്തിൽ ചാടി, കിണറ്റിൽ ചാടി, പുട്ടിയിട്ടു, പെയിൻ്റ് അടിച്ചു, ഒന്നും വലിച്ചില്ല. അതേസമയം നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല. നമ്മുടെ പണ്ട് നമ്മളെ നവ്യ നായരും കലോത്സവത്തിൽ തോറ്റപ്പോൾ നവ്യ നായർ അമ്പിളി ദേവിയെ നോക്കി കരഞ്ഞതാണ്. ആ കുട്ടി ഒന്നും ചെയ്തില്ല, ഞാനാണ് എല്ലാം ചെയ്തത്, കുളത്തിൽ ചാടി, വെള്ളം കോരി, വിറക് വെട്ടി, എന്തൊക്കെ ചെയ്തു, എന്നിട്ടും ഞാൻ തോറ്റില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. അതായത് ഈ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു വ്യത്യാസം അത് രാഗയ്ക്കും അറിഞ്ഞൂടാ, രാഗയുടെ കൂടെ നടക്കുന്ന ലോകകിഴങ്ങനായിട്ടുള്ള ജയറാം രമേശിനെ പോലുള്ള ആൾക്കാർക്കും അറിഞ്ഞൂടാ എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. നരേന്ദ്രമോദി അദ്ദേഹം ഉണ്ണുന്നതിലും ഉടുക്കുന്നതിലും ശ്വസിക്കുന്നതിലും നിൽക്കുന്നതിലും ഇരിക്കുന്നതിലും നടക്കുന്നതിലും ഉറങ്ങുന്നതിലും പോലും രാഷ്ട്രീയം കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വേണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ. അതാണൊരു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മോദി ഹെലികോപ്റ്ററിൽ നിന്നും ബീഹാറിലേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് വന്നിറങ്ങുന്നു. ജനങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് അദ്ദേഹം വരികയാണ്. അദ്ദേഹം ഇറങ്ങിയിട്ട് അദ്ദേഹം കഴുത്തിൽ കിടക്കുന്ന ഒരു ഷോൾ ഊരിയിട്ട് ജനങ്ങളെ നോക്കി ഇങ്ങനെ ബീഹാറിൽ കറക്കി കറക്കി കാണിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകർ വിചാരിക്കുന്നത്, ഓ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഷോൾ ഇങ്ങനെ കറക്കി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് കറക്കി കാണിക്കുന്നത്? ഗംഛ എന്ന് പറയുന്ന ബീഹാറിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളി മുതൽ ഏറ്റവും മുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി വരെ അവിടെ ഉപയോഗിക്കുന്ന അവരുടെ ഒരു തരം തോർത്താണത്. ആ തോർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിട്ട്, മക്കളെ ഞാൻ നിങ്ങളുടെ ആളാണ് കേട്ടാ, സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുന്നത്. ഇത് മാത്രം മതി. അല്ലാതെ അവിടെ കുളത്തിൽ ചാടുകയോ കിണറ്റിൽ ചാടുകയോ വെള്ളം കോരുകയോ ഒന്നും ചെയ്യണ്ട. രാഹുൽ ഗാന്ധി ആ സമയത്ത് വാഴയ്ക്ക് തടം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നാണ് ഞാൻ കേട്ടത്. ഇതാണ് പൊളിറ്റിക്സ്, ഇതാണ് രാഷ്ട്രീയം. പിന്നെ താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ. ചുമ്മാ ചെന്നിട്ട് ഗംഛ ഇങ്ങനെ പൊക്കി കാണിച്ചാൽ ഒന്നും നടക്കൂല. വികസനം കൂടെ കൊണ്ടുവന്നിട്ട് വേണം ഇതിങ്ങനെ പൊക്കി കാണിക്കുക. അതങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ടെക്നിക്കായിട്ട് ഈ ഗംഛ ഇങ്ങനെ പൊക്കി കാണിച്ചത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടേ എൻ്റെ പൊന്നു രാഗ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് സ്കൂളിലൊക്കെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എൻ്റെ ടീച്ചർ പറയും, എടാ വഴിപാടിന് വേണ്ടി എഴുതി വെക്കാതെടാ എന്ന് പറയും. അതായത് ചുമ്മാ വഴിപാട് കഴിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നിന്നേക്കാം എന്ന് പറഞ്ഞ് പോയി നിൽക്കുന്ന ഒരു ടീമാണ് രാഗ എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും രാഗ അങ്ങനെ പോയി നിന്നു. പക്ഷേ ഇപ്പോൾ രാഗ എവിടെയാണ്? പൊടിയും തട്ടി പട്ടായപ്പോയെന്നാണ് കേൾക്കുന്നത്. ഒരു വീഡിയോ ഒക്കെ കിടന്ന് പ്രചരിക്കുന്നുണ്ട്. അതെന്തായാലും ഞാനിവിടെ കാണിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ കൂടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ എയർപോർട്ടിൽ പോകുന്നതാണ് ആ വിഷ്വൽ എന്ന് പറയുന്നത്. എന്നാൽ അത് ഫേക്കാണ് എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പിന്നെ അവർക്കതല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ ഇത് ഒറിജിനലാണ്, നമ്മുടെ രാഹുൽ ഗാന്ധി പട്ടായാലാണ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അവർ ഫേക്കാണെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഫേക്ക് എങ്കിൽ ഫേക്ക്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല. ദ വീക്ക് എന്ന് പറയുന്ന മാസിക ആണ്ടെ അവരടിച്ചു ചോദിച്ചിട്ടുണ്ട്, എവിടെയുടെ രാഹുൽ ഗാന്ധി? ഒരു തെരഞ്ഞെടുപ്പ് തോക്കും. അങ്ങനെ തോക്കുമെന്നാവുമ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടിടും, ഇത് വോട്ട് ചോദ്യമാണ്, ഞാൻ പോണേണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് മതിയല്ലോ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കണ്ടൻറ്റായിട്ട്. കുറേ അടുപ്പങ്ങെടുത്ത് കൂട്ടുക, രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടില്ല. പക്ഷേ അളിയ എവിടെ? അളിയ പട്ടായിപ്പോയി പപ്പടം ഉണക്കാനിട്ടിരിക്കുന്നത് പോലെ കടപ്പുറത്ത് ഷഡ്ഡിയും ഇട്ട് കമന്ന് കിടക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ആളിവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഈ വീക്ക് പോലുള്ള മാധ്യമങ്ങളെല്ലാം. നെറ്റിസൺസ് മുഴുവൻ ചോദിക്കുകയാണ്, എവിടെയുടെ രാഹുൽ ഗാന്ധി? ആർക്കറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള
ഒരു സപ്പോർട്ട് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവാണ്. ഇവിടെ പി കെ ഫിറോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവുകയാണ്. പി കെ ഫിറോസ് ഇട്ടത് മതേതര ഇന്ത്യയിൽ വർഗീയ വിഷജീവികൾക്ക് അധികാരത്തിലെത്താൻ അരനൂറ്റാണ്ട് വേണ്ടി വന്നുവെങ്കിൽ അവരിൽ നിന്ന് രാജ്യം തിരിച്ചു പിടിക്കലും അത്ര എളുപ്പമല്ല. വിഷമിറക്കാൻ സമയമെടുക്കും. ആൻറ്റീവനം പ്രവർത്തിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്നിരുന്ന് മൂക്കി പല്ല് മുളച്ച് അവിടെ രാഹുൽ ഗാന്ധി ഒരു ജീവസമാധിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സമയമെടുത്ത് കാത്തിരിക്കരുത്. നമ്മൾ സമയമെടുത്ത് കാത്തിരിക്കാതെ കിട്ടുന്ന സമയത്തിനെ എന്ത് ചെയ്യണം, ഫലപ്രദമായി ഉപയോഗിച്ച് ആ സമയം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അതാണ് മോദിയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അതിനാൽ ഈ മനുഷ്യനോടൊപ്പമാണ്, ഇയാളെ കല്ലെറിയുന്നവരോടൊപ്പമല്ല. ആരും കല്ലെറിയുന്നില്ല. അയാൾ ആരാണ് കല്ലെറിയുന്നത്? ബി ജെ പിക്കാരുടെ കൺകണ്ട ദൈവമാണ് അയാളെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ അസ്തമയത്തിന് ശേഷവും സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ ഇയാളും തിരിച്ചു വരും. ഇന്ത്യയിലെ ജനത വർഗീയ വിഷവിമുക്തമായ ശുദ്ധവായു ശ്വസിക്കും. ഇത് പറയുന്നത് ആരാണ്? മുസ്ലിം ലീഗിലെ ഒരു നേതാവാണ് എന്നുള്ളതാണ്. ഏതാണ്? മുസ്ലിം ലീഗ് അതിലൊരു നേതാവാണ്. വർഗീയ വിമുക്തമായിട്ടുള്ള കിനാശ്ശേരി സ്വപ്നം കാണുന്ന പുള്ളിക്കാരനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ബി ജെ പി അവിടെ ജയിച്ചത്? അടുപ്പുകൂട്ടന്മാർ അടുപ്പ് കൂട്ടി തുടങ്ങി. അവിടെ 3 ലക്ഷം വോട്ട് അവിടെ കൂടുതൽ വന്നു, 4 ലക്ഷം വോട്ട് ഇവിടെ കൂടുതൽ വന്നു. അതിൻ്റെ താഴെ കൃത്യമായിട്ട് നമ്മുടെ ദാവൂദിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് വരും. എനിക്കറിയാം എന്തൊരു കമൻറ്റാണ് ഇക്ക എന്ന് ചോദിച്ചാൽ, കരച്ചിൽ തുടങ്ങി എന്ന് പറഞ്ഞായിരിക്കും കമൻറ്റ്. തൊട്ടപ്പുറത്തിരിക്കുന്ന സുജിം സപ്പ എണീച്ച് പറയാണ്, ഈ കരച്ചിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റുള്ളവർ പൊട്ടിക്കരയുമ്പോൾ അത് കണ്ട് ചിരിക്കുന്നവർ ഫാസിസ്റ്റുകളാണ്. അതെ, ഫാസിസ്റ്റുകളാണ്. ദ ബ്ലഡി ഫാസിസ്റ്റ് ഓഫ് ഇന്ത്യ. അതാണ് നമ്മളൊക്കെ എന്നാണ് നമ്മുടെ സുജിംസ് പറയുന്നത്. സന്തോഷം മാത്രമേ ഉള്ളൂ. ടു ബി ഫ്രാങ്ക്, സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം കൂടി என்ன சொல்கிறதண்ணா அப்படியே பொங்குது, அப்படியே இதயத்தில் அப்படியே பொங்குது. என்னன்னு தெரியல, എന്തായാലും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു വിശദീകരണം നമുക്ക് വേണമല്ലോ. ആ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നമുക്കാര് തരും? ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് എക്കും പൊക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വോട്ട് ചോരി, SIR എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ SIR എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇത്ര ആൾക്കാർ ആരാണ് അവിടെ നിന്ന് പുറത്തായത്? ഏറെക്കുറെ മരണപ്പെട്ട ആൾക്കാർ പുറത്തുപോയി. പിന്നെ അതിനുശേഷം അവിടെയുള്ള അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാർ അവിടെ നിന്ന് പുറത്തുപോയി. എങ്കിലും ഇത്രയും ആൾക്കാർ പുറത്തു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 26 ലക്ഷമോ 29 ലക്ഷമോ ആൾക്കാരാണ് അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അങ്ങനെ അത്രയും ആൾക്കാർ പുറത്താക്കുമ്പോൾ മുഴുവൻ സീറ്റിലും BJP അങ്ങ് ജയിക്കുകയാണ് എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ആദിൽ പാലോട് നമ്മുടെ റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടറാണ്. പുള്ളിക്കാരൻ്റെ സംഭവമൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്യും പുള്ളി. അടുത്ത് നിന്നിട്ട്, അതായത് വോട്ടർമാരുടെ അടുത്ത് നിന്നിട്ട് കൈസാ ജീത്തേഗാ എന്ന് പറഞ്ഞാൽ ആര് ജയിക്കും, കോൺ ജീത്തേഗാ എന്ന് ചോദിക്കും. മോദി എന്ന് പറയും, എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കും. വളരെ ഗംഭീരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തുടക്കത്തിലേക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനൊരു കുറിപ്പ് എഴുതിയിട്ടിട്ടുണ്ട്. ആ കുറിപ്പ് ഇപ്പോൾ വൈറലാണ് സമൂഹ മാധ്യമത്തിൽ. അതിലുണ്ട് എല്ലാം. എന്താണ് സംഭവം? ഈ പുള്ളിക്കാരൻ അവിടെ മുഴുവൻ ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. പുള്ളി പറയാൻ നോക്കും, BJPക്ക് ഇത് അർഹിച്ച വിജയം. 20 ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു. മഹാസഖ്യം എന്നത് പേരിൽ മാത്രം. പട്നയിൽ മഹാസഖ്യത്തിൻ്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞു സത്യം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിനില്ല. കോൺഗ്രസ് ഒരു വഴിക്ക്, RJD മറ്റൊരു വഴിക്ക്. ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും കോൺഗ്രസ് പ്രചാരണവും കണ്ടത് 1-2 സ്ഥലങ്ങളിൽ മാത്രം. സീറ്റ് തർക്കത്തിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. ജീവൻ മരണ പോരാട്ടമായിരുന്നിട്ടും 11 മണ്ഡലങ്ങളിൽ CPIയും കോൺഗ്രസും RJDയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി. പരസ്പരം കുറ്റം പറഞ്ഞു. ഇതെന്ത് സഖ്യമെന്ന് തോന്നിപ്പോകും. റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ആദിൽ പാലോടാണ് ഈ പറയുന്നത്. എന്നാൽ NDAയിലേക്ക് നോക്കൂ. പട്നയിൽ ഇറങ്ങിയാൽ എന്ത് സഹായം വേണമെങ്കിലും BJPയുടെ വിശാലമായ മീഡിയ സെൻറ്റർ സജ്ജം. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. അമിത്ഷായുടെ മേൽനോട്ടം. സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതൃപ്തി പ്രകടമാക്കിയതിൻ്റെ അടുത്ത ദിവസം നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച. എണ്ണയിട്ട യന്ത്രം പോലെ ആയിരുന്നു NDA പ്രചാരണം. അനാരോഗ്യം മൂലം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് നിതീഷ് കുമാർ പങ്കെടുത്തത്.
ആ കുറവ് കൂടി BJP നികത്തി. മോദി പതിവിലും കൂടുതൽ ശ്രദ്ധിച്ചു. സഖ്യകക്ഷികളെന്നോ സ്വന്തമെന്നോ നോക്കാതെ BJP ആദ്യന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു. ഫലം കണ്ടു. BJPക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു, മഹാസഖ്യത്തിന് ആയിരുന്നില്ല. തേജസ്വി യാദവ് മാന്യനാണ്, മുഖ്യമന്ത്രിയാകേണ്ട നേതാവ്. കോൺഗ്രസിനെ ഒഴിവാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തിയാൽ RJDക്ക് നിഷ്പ്രയാസം കയറി വരാം. അതായത് ആദിൽ പാലോട് പോലും പറയുന്നത് രാഹുൽ ഗാന്ധിയെ എടുത്ത് തോട്ടിലെറിയൂ, എന്നിട്ട് മാനം മര്യാദയ്ക്ക് അവിടെ പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത്. ലവൻ പല വോട്ട് ജോലിയും തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയൊക്കെ കൊണ്ട് വരും. അതൊക്കെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് രാഗ എന്ന് പറഞ്ഞുകൊണ്ടില്ല, മൂത്ത് നഞ്ച് കുഴി പോകത്തേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രവർത്തിക്കൂ. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ജയ് ഭവാനി എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് പ്രവർത്തിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം കേട്ടോ, ഇങ്ങോട്ട് വാ. അതായത് കഴിഞ്ഞ ദിവസം ഇത് മാത്രമല്ല, അതായത് ഈ വോട്ട് ചോദി എന്ന് പറയുകയാണല്ലോ, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാനം ബീഹാറിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടന്നത്. 7 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ട് ചോദി പറയുന്ന ആൾക്കാർക്ക് ആശ്വസിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 7 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ജമ്മു കാശ്മീരിലെ നഗ്രോട്ട, അവിടെ BJP ജയിച്ചു. വോട്ട് ചോദി എനിക്കറിയാം, വോട്ട് ചോദി. അവിടെ ദേവയാനി റാണ 24,647 വോട്ടുകൾ അവർക്ക് ലഭിച്ചു, അങ്ങനെ അവർ ജയിച്ചു. രാജസ്ഥാനിലെ ആൻഡ, അവിടെ വോട്ട് ചോദിയില്ല, അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. പ്രമോദ് ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ജയിച്ചത്. ജാർഖണ്ഡിലെ ഖച്ചില, അവിടെ JMMൻ്റെ സുമേഷ് സോറൻ ജയിച്ചിട്ടുണ്ട്, അവിടെയും വോട്ട് ചോദിയില്ല. തെലങ്കാനയുടെ ജൂബിലി ഹിൽസിൽ കോൺഗ്രസിൻ്റെ നവീൻ യാദവ് ജയിച്ചിട്ടുണ്ട്, വോട്ട് ചോദിയില്ലേ ഇല്ല, കോൺഗ്രസ് ആണല്ലോ ജയിച്ചത്. പഞ്ചാബിലെ തരനിൽ AAPയിലെ ഹർമീത് സിംഗ് സന്ധു അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അവിടെയും വോട്ട് ചോദിയില്ല. മിസോറാമിലെ ഢാബ, അവിടെ ലാൽ തങ്ക്ലിയ MNFൻ്റെ വിജയിച്ചിട്ടുണ്ട്, അവിടെ പിന്നെ വോട്ട് ചോദിയേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒഡീഷയിൽ അവസാനമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അവിടെ BJP ജയിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. വോട്ട് ചോദി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കരച്ചിൽ തുടർന്നോ? എന്താ ചായക്കോ, കരയെ പിടിക്കേ തൂങ്ങിച്ചാവേ, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.